മുതൽ ഈ റിലീസ് വരെ എല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരെ പോലാണ് ആ സമയം മുതൽ ഈ മൂന്നാം ഭാഗത്തിലും വന്നിരിക്കുന്നത്. അപ്പൊ ദൈവമായിട്ട് ഒരു ദൈവം അതിനകത്തൊരു ഒരു ഒരു ഭാഗ്യം തന്നത് ഇതുപോലുള്ള വിജയങ്ങൾ ഉണ്ടാകുമ്പോ കൂടുതലായി വീണ്ടും അടുത്ത ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കാനും അത് ചെയ്യാനും അതിനെ ബാക്കിൽ നിന്ന് ജിത്തുവിനെയൊക്കെ ഒന്ന് പുഷ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എനർജി കിട്ടുന്നു ഇതുപോലത്തെ വിജയങ്ങൾ ഉണ്ടാകുമ്പോ. അത് ഒരു പ്രത്യേകത. അപ്പൊ അത് ലാൽ സാർ പറഞ്ഞ മാതിരി അത് ഈ പ്രേക്ഷകരോടാണ് ഇതിനെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി അവരോട് ആണ് എന്നും നന്ദിയും കടപ്പാടും. അതുപോലെ ജിത്തുവിനും അതുപോലെ ഇനി അടുത്ത ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിന്ത ഇന്ന് മുതൽ ഞാൻ തരാം. ഞാനെന്നെ സമാധാനമായിട്ടിരിക്കുന്ന കണ്ടിട്ട് അണ്ണനെ സഹിക്കുന്നില്ലല്ലേ? അല്ല ജിത്തു, ഈ സിനിമയിൽ ഒരു പ്രത്യേകത, ഈ സിനിമ ഇതിക്ക് മുമ്പ് 2 ഭാഗം വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും അടുത്ത ഭാഗം ഉണ്ടാകുമോ എന്ന് പ്രേക്ഷകർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതേസമയത്ത് ഈ 3-ാം ഭാഗം കണ്ടു കഴിയുന്ന പ്രേക്ഷകരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് ഇതിന് 4-ാം ഭാഗം ഉണ്ടെന്നാണ്. അത് ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർക്കും തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ജോലി കുറവാണ്. നമുക്കാണ് ജോലി. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. പ്രവർത്തിച്ച ആൾക്കാരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഈ സിനിമയെ വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റുന്നവര്, എന്റെ പിറന്നാൾ ദിവസം എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, പുറത്തൊക്കെ ഒരുപാട് പേര് ലാൽ കെയർ ആയാലും അല്ലെങ്കിൽ അല്ലാത്തവരും ഇവിടെയുള്ള ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് ഞാൻ അവരോടൊക്കെ വലിയൊരു നന്ദി പറയുന്നു. ഒരുപാട് സ്നേഹം, പ്രാർത്ഥന അവരോടൊക്കെ കടപ്പാടുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഈ സിനിമ ഫീൽഡിൽ നിർത്തുന്നതിന്, ഇതുപോലെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിന്, സഹായിക്കുന്നതിന്. അത് അങ്ങനെ ഇനിയും നല്ല സിനിമകൾ സംഭവിക്കട്ടെ. എല്ലാ സിനിമകളും നന്നായി ഓടട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. Thank you. Bye. Okay, thank you. Okay, bye.